എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ 4ാമത്തെ ഫിലിം ആബിയെക്കുറിച്ചാണ്. റിട്ടേൺ ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് എം ആനന്ദാണ്. രഞ്ജിത്തിനെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് മുബഷിർ. കാരണം ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ തരത്തിലൊരു അപ്ഗ്രേഡിങ് കൊണ്ടുവരാറുണ്ട്. ഒന്നും കൂടി സ്റ്റോറിക്ക് ഒരു ഡെപ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫിലിമിൽ ഞാൻ കൊടുക്കുന്നൊരു അപ്ഗ്രേഡിങ്. ഫ്രെയിമിങ്ങിലും ഇതിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അമലാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, മുബഷിർ ഉണ്ടായിരുന്നു സപ്പോർട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഈ സിനിമയുടെ റഡാർ കമ്മ്യൂണിറ്റിയിലേക്ക് കുറച്ചും കൂടി ആൾക്കാർ വന്നിട്ടുണ്ട്. ശ്രീധരേട്ടൻ, വിജയ്, പിന്നെ ഗോപിക, പിന്നെ മുബഷിർ, പിന്നെ സുറൈജ്, അങ്ങനെ ഒരുപാട് പേര് ഇതിലേക്ക് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന അമലാണ്. അമൽ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. രതീഷ് ബ്രോ, പിന്നെ രഞ്ജിഷ് ബ്രോ ഒക്കെ, അങ്ങനെ നമ്മൾ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ എല്ലാവരും കൂടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ് അഗ്നിവേഷ്, അംബരീഷ്, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഒരുപാട് പേര് പിന്നെയും സിനിമയുടെ ഭാഗമായിട്ടും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. പിന്നെ ഇതിൽ മെയിൻ ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത് അരുണാണ്. കാരണം ഞങ്ങൾ നാടക സംഘത്തിൽ അങ്ങനെ പരിചയപ്പെട്ടതാണ്. കാരണം കുളത്തൂർ ബ്ലാക്ക് കർട്ടൻ്റെ കീഴിൽ തന്നെ നാടക സംഘത്തിലാണ്. അങ്ങനെയാണ് ഞാൻ അരുണിനെ പരിചയപ്പെടുന്നത്. അന്ന് തന്നെ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. ലുക്ക് വൈസ് തന്നെ ഒരു ഇമോഷണൽ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ട് ആബി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്കിത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അരുണൊരു നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര ലൗഡായിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെ ഭയങ്കര ആക്റ്റീവാണ് ആൾ. ആക്ട് ചെയ്യുമ്പോഴും കൂടി ഭയങ്കര ആക്റ്റീവായിട്ടും ഭയങ്കര ലൗഡിലും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ്റെ മൊത്തം നിൽക്കുമ്പോൾ ഒരു ബോഡി ലാംഗ്വേജിനൊരു സിമ്പിളായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജാണ്. അതാണ് ഞാൻ അവനെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. പിന്നെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആദ്യമൊക്കെ എടുക്കുമ്പോഴുള്ള സൗണ്ടുകളും അതിലൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് എടുത്തത്. പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ അപ്ഗ്രേഡിങ് ഓരോ സിനിമയിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുക, അഭിപ്രായങ്ങൾ പറയുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലും കാണുന്നതായിരിക്കും. ബൈ.